പരിഷ്കൃത സമൂഹമെന്ന് കരുതുന്ന കേരളത്തിൽ മിശ്രവിവാഹങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. നമ്മുടെ നാടിൻ്റെ മതേതരത്വ സംസ്കാരത്തെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടാകാം വടക്കേന്ത്യയിൽ നിന്ന് മൊണാലിസയും ഫർമാൻ ഖാനും ഇവിടെ അഭയം തേടിയെത്തിയത്. ജാതിയും മതവും നോക്കാതെ പ്രണയിച്ച രണ്ടുപേരുടെ വിവാഹത്തിന് മലയാളി സമൂഹം എല്ലാ പിന്തുണയും നൽകി. എന്നാൽ പിന്നീട് കണ്ട പുകില് ചെറുതൊന്നുമല്ല. ലവ് ജിഹാദ് ആരോപണം, പെൺകുട്ടിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട വിവാദം, ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച. ഒടുവിൽ മൊണാലിസ തൻ്റെ നേരിട്ട് വിശദീകരണം നൽകിയിട്ടും വിവാദം കെട്ടടങ്ങുന്നില്ല. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചു എന്നാരോപിച്ച് മൊണാലിസയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. മകളെ ലവ് ജിഹാദിൻ്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചു എന്നാരോപിച്ചാണ് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഫോസ്ലയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. മധ്യപ്രദേശിലെ മണ്ഡലേശ്വര DSPക്കാണ് ഇവർ പരാതി നൽകിയത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാൻ ഖാൻ എന്നയാൾ മകളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. മകളുടെ വിവാഹം അറിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. മകളെ ലവ് ജിഹാദിന്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. നിരപരാധിയും പ്രായപൂർത്തിയാകാത്തവളുമാണ്. ഏതോ തീവ്ര മുസ്ലിം സംഘടന അവളെ ലവ് ജിഹാദ് കെണിയിൽ കുടുക്കിയിരിക്കുകയാണെന്ന് സംശയിക്കുന്നു. മകളെപ്പോഴും അവളുടെ അമ്മയോട് അനുസരണയുള്ളവളായിരുന്നു. അവൾക്കൊരിക്കലും സ്വന്തം വിവാഹ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. കുറ്റവാളിയായ ഫർമാൻ ഖാൻ അവളെ വിവാഹം കഴിക്കാൻ പ്രലോഭിപ്പിച്ചു. മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും മാതാപിതാക്കളുടെ പരാതിയിൽ ആരോപിക്കുന്നു. അതേസമയം മൊണാലിസ ഫോസ്ലയെ മരുമകളായി സ്വീകരിക്കില്ലെന്ന് ഭർത്താവ് ഫർമാൻ ഖാന്റെ പിതാവ് ജാഫർ അലി വ്യക്തമാക്കിയിരുന്നു. ഇതരമാസ്തിയായതിനാൽ ഈ വിവാഹം അംഗീകരിക്കില്ലെന്നും കുടുംബത്തിന്റെ പാരമ്പര്യത്തിന് ഇത് വിരുദ്ധമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പ് പൂവാറിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോഴായിരുന്നു മൊണാലിസയുടെയും ഫർമാന്റെയും വിവാഹം. മതപരമായ വേർതിരിവുകൾക്കപ്പുറം സ്നേഹത്തിന് പ്രാധാന്യം നൽകി അരിമാനൂർ നയനാർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പിതാവ് തന്റെ സമ്മതമില്ലാതെ നാട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നുവെന്ന് ആരോപിച്ച് കാമുവിനൊപ്പം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ മൊണാലിസ അന്ന് വൈകിട്ടാണ് ഫർമാനെ വിവാഹം കഴിച്ചത്. തനിക്ക് വിവാഹപ്രായമായിട്ടുണ്ടെന്നും മൊണാലിസ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.